നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ പുറകിൽ കാണുന്നതാണ് തച്ചമ്പാറ പഞ്ചായത്തിലെ പാലക്കൻ വില്ലേജിലെ വാക്കോടൻ മലനിരകൾ. ഇതിൻ്റെ താഴ്ഭാഗത്താണ് കാഞ്ഞിരപ്പുഴ ഡാമും പരിസര പ്രദേശങ്ങളും. മനോഹരമായ സുന്ദരമായൊരു സ്ഥലമാണത്. പക്ഷേ ഞാൻ ഈ പറയാൻ വരുന്നത് അതൊന്നുമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ പത്രമാധ്യമങ്ങൾ വരുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, വയനാട് കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികൾ കുറച്ച് നാളുകളെ ആശുപത്രിയിൽ. എന്താ കാരണം? ആ വിദ്യാലയം അടഞ്ഞു കിടക്കുകയാണ്. ജൂൺ മാസം 21 വരെ അത് അടച്ചു കിടക്കുകയാണ്. അതിൻ്റെ കാരണം ആ വിദ്യാലയത്തിലെ കുറേ വിദ്യാർത്ഥികൾ, ഇപ്പോൾ പോലും 21 വിദ്യാർത്ഥികൾ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഷിഗല്ല എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഷിഗല്ലോസിസ് രോഗബാധയെക്കുറിച്ച് തുടർന്ന് ആ കുട്ടികൾ ആശുപത്രിയിലാണ്. നിലവിൽ ഇതുവരെ ഏതാണ്ട് 150ഓളം ആളുകൾക്കും അതേപോലെ 5 മരണങ്ങൾക്കും കാരണമായ ഷിഗല്ലോസിസ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമുക്കറിയാം, ഷിഗല്ലോസിസ് 1897 ജാപ്പാനീസ് ബാക്ടീരിയോളജിസ്റ്റായ കിയോഷി ഷിഗയാണ് ഈ ബാക്ടീരിയ കണ്ടെത്തിയത്. പഴയകാല ചരിത്രം പരിശോധിച്ചാൽ പ്രതിവർഷം 165 ദശലക്ഷം ആളുകൾക്ക് ഷിഗല്ലോസിസ് ബാധിച്ചിരുന്നു. പണ്ടൊക്കെ 10 ലക്ഷത്തോളം മരണങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പം അത്രയൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇതൊരു ഗുരുതരമായ വയറിളക്ക രോഗമാണ്. നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ ജൂൺ ജൂലൈ ആകുമ്പോൾ മൺസൂണാണ്, മഴക്കാലമാണ്. അപ്പോൾ പനിയും മറ്റ് കൊതുകുജന്യ രോഗങ്ങളും ഒരു വഴിക്ക്, ജലജന്യ രോഗങ്ങൾ വേറെ വഴിക്ക്. അപ്പോൾ ഈ ഷിഗല്ലോസിസ് എന്ന് പറയുന്നത് ഒരു ജലജന്യ രോഗത്തിൻ്റെ പട്ടികയിൽപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അത് ജലത്തിലൂടെയും മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയൊക്കെയാണ് അത് പകരുന്നത്. ഈ ഷിഗല്ലോസിസ് എന്ന് പറയുന്നത് ഷിഗല്ല ബാക്ടീരിയ ഉണ്ടാകുന്ന രോഗമാണ്. കഠിനമായ വയറിളക്കവും പനിയും വയറുവേദനയും ഒക്കെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുചിത്വമാണ് പ്രധാനം. ശുചിയായ കുടിവെള്ളം, ശുചിത്വമായ ഭക്ഷണം, നമ്മുടെ ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പും പിമ്പുമുള്ള കൃത്യമായ കൈകഴുകൽ, അതൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് ഷിഗല്ലോസിസ് എന്ന് പറയുന്ന മാരക ബാക്ടീരിയ രോഗത്തിൽ നിന്നും നമ്മുടെ ജനത മോചിതമാകേണ്ടതുണ്ട്. സന്തോഷം പടരട്ടെ, സൗഹൃദം വളരട്ടെ. താങ്ക് യു.